നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ പ്രിയനായവനിൽ തിരഞ്ഞെടുത്ത, നമ്മെ ദത്തെടുത്ത, നമ്മെ വീണ്ടെടുത്ത വലിയ നിസ്തുലനായ ദൈവപിതാവിനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കാലസമ്പൂർണതയിൽ പിതാവായ ദൈവം പദ്ധതിയിട്ട വീണ്ടെടുപ്പിനെ തൻ്റെ ജീവൻ വിലയായി നൽകി വിലക്കെടുത്ത, വാങ്ങിയ, നമുക്ക് ദാനമായി തന്ന ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഉള്ള വന്ദനങ്ങൾ എല്ലാവർക്കും ഈ സമയത്ത് അറിയിക്കുന്നു. തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ തന്ന് നമ്മെ തനിക്കുള്ളവരാക്കി മുദ്രയിട്ട് നിർത്തിയിരിക്കുന്ന ദൈവ സ്നേഹത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു. എല്ലാ വിശുദ്ധന്മാരെയും ദൈവം പിന്നെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വരവിനായി നമ്മെ വ്യക്തികളായും കുടുംബങ്ങളായും ഒക്കെ ഒരുക്കുമാറാകട്ടെ എന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് ഇന്നലെ പ്രവേശിച്ചു. അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഒന്നും കൂടെ നമുക്ക് വായിക്കാം. Revelation 8, 1 through 5. When the Lamb opened the 7th seal, there was silence in heaven for about half an hour. Then I saw the 7 angels who stand before God, and the 7 trumpets were given to them. Up to 5. And another angel came and stood at the altar with a golden censer, and he was given much incense to offer with the prayers of all the saints and on the golden altar before the throne. And the smoke of incense with the prayers of the saints rose before God from the hand of the angel. Then the angel took the censer and filled it with fire from the altar and threw it on the earth. And there were peals of thunder, rumblings, flashes of lightning, and an earthquake. Okay, good. ഇന്നലെ നമ്മൾ ഈ ഭാഗങ്ങൾ വായിച്ചതായിരുന്നു. ദൈവകുഞ്ഞാട് 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നു. 7-ാം മുദ്ര ഭേദനത്തോടുകൂടെ 5-ാം അധ്യായത്തിലെ മുദ്രിത പുസ്തകം ഒരു തുറന്ന പുസ്തകമായി മാറുന്നു. സ്തോത്രം. ഇനിയും അതിൽ മുദ്ര വെച്ചിരിക്കുന്നത് മറ്റൊന്നും ഇല്ല. സ്തോത്രം. അപ്പോൾ അതിലുള്ളതെല്ലാം വെളിപ്പെട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ വെളിപ്പെടുത്തി കഴിഞ്ഞു. അതിലെഴുതിയിരിക്കുന്നതനുസരിച്ചുള്ള വീണ്ടെടുപ്പിന്റെ അന്തിമ പ്രക്രിയകൾ കുഞ്ഞാട് ആരംഭിച്ചു, അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും അതിൽ മറവായിരിക്കുന്നത്, മർമ്മമായിരിക്കുന്നത് ഒന്നുമില്ല എന്ന് സാരം. ആ 7-ാം മുദ്രാ ഭേദനത്തിലാണ് നാം 2 പ്രധാന കാര്യങ്ങൾ കാണുന്നത്. ഒന്ന്, സ്വർഗത്തിലെ അരമണിക്കൂറത്തെ മൗനം. 2, 7 ദൂതന്മാരുടെ പ്രത്യക്ഷത. പ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ അവര് വരികയാണ് എന്തോ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ 8-ാമതൊരു ദൂതനെ നമ്മൾ കാണുന്നുണ്ട്. അതാണ് 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. മറ്റൊരു ദൂതൻ. 2-ാം വാക്യത്തിൽ കണ്ട 7 ദൂതന്മാര് അവരുടെ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുമ്പ് ഈ 8-ാമത്തെ ദൂതൻ ചില കാര്യങ്ങൾ ചെയ്യുന്നു. അത് നമ്മൾ 7-ാം അധ്യായത്തിലും അങ്ങനെയാ കണ്ടതല്ലേ. 7-ന്റെ തുടക്കത്തിലും നമ്മൾ കണ്ടത് ചില ദൂതന്മാർ, പ്രത്യേകിച്ച് മുദ്രയിടാനായിട്ട് ഒരാൾ മുമ്പോട്ട് വന്നു. അതിനോടനുബന്ധമായി നമ്മൾ യെഹെസ്കേൽ 45-ലും കണ്ടു.
വെൺമഴുക്കളുമായി ന്യായവിധി നടത്തുവാൻ പുറപ്പെട്ട ദൂതന്മാരെ ആദ്യം പരിചയപ്പെടുത്തിയിട്ട് അവരെ അവിടെ നിർത്തിയിട്ട് മുദ്രയിടുന്ന മഷിക്കുപ്പിയുമായുള്ള ദൂതനെ മുമ്പോട്ട് വിടുന്നു. ആ മുദ്രയുമായി ബന്ധപ്പെട്ടാണ് നാം 7-ാം അധ്യായത്തിലും കണ്ടത്. കൂടെ വരുന്നുണ്ടല്ലോ. അപ്പൊ ന്യായവിധിക്കുള്ള ദൂതന്മാരെ ആദ്യം പരിചയപ്പെടുത്തുന്നു. പക്ഷേ അവരുടെ ന്യായവിധിയുടെ പ്രവൃത്തി തുടങ്ങുന്നതിന് മുമ്പ് അതിന് നാന്ദി കുറിക്കേണ്ടതിന് മറ്റൊരു ദൂതനെ രണ്ടാമത് പരിചയപ്പെടുത്തുന്നു. ഒടുവിൽ പരിചയപ്പെടുത്തുന്ന ദൂതനാണ് ആദ്യം ചിലത് ചെയ്യാനുള്ളത്. കൺഫ്യൂഷൻ ഇല്ലല്ലോ. നാം യെഹെസ്കേൽ 45-ലും അത് തന്നെ കണ്ടു. ഇവിടെ വെളിപ്പാട് 8-ാം അധ്യായത്തിലും കണ്ടു. 2-ാം വാക്യത്തിൽ 7 കാഹളങ്ങളുള്ള ദൂതന്മാരെ പരിചയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ പേരും അവരുടെ വേറെ രൂപമൊന്നും പറയുന്നില്ല. പക്ഷെ 7 ദൂതന്മാർ 7 കാഹളങ്ങളുമായി നിൽക്കുന്നതായിട്ട് കാണുന്നു. പക്ഷേ അവരുടെ പ്രവൃത്തി തുടങ്ങുന്നതിന് മുമ്പ് മറ്റൊരു ദൂതനെ പരിചയപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നു. നാം അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നലെ നമ്മൾ പഠിക്കുവാൻ ആരംഭിച്ച അരമണിക്കൂറത്തെ മൗനം, അതിൽ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടു. അതിൻ്റെ അർത്ഥവും ഉദ്ദേശവും എന്താണെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5 കാര്യങ്ങൾ കണ്ടല്ലേ? 5 or 6? 4. ഓക്കെ. ഒന്നാമത് നമ്മൾ കണ്ടത് മാനസാന്തരപ്പെടാനുള്ള ഒരു അവസാനത്തെ അവസരമായി ഈ അരമണിക്കൂറിനെ നമുക്ക് കാണാം. As an opportunity, maybe a final chance for the unrepentant world to repent. രണ്ടാമത് നാം കണ്ടത് it's a great expectation of a disastrous judgment, a series of judgments. ഭീകരമായ ന്യായവിധികളുടെ പ്രതീക്ഷയായി ഈ മൗനത്തെ കാണുന്നതാണ് രണ്ടാമത്തേത്. ഒരു ഭീകര സംഭവത്തിന് ഉള്ള ഒരു ഒരുക്കം, അതിന് തൊട്ട് മുൻപുള്ള ഒരു മൗനം എന്നതുപോലെ. അത് നമ്മുടെ സാധാരണ നിലകളിലൊക്കെ പറയുന്നതാണല്ലോ. സ്തോത്രം. എന്തോ ഏറെ ദോഷകരമായത് സംഭവിക്കുന്നതിന് മുമ്പുണ്ടാകുന്ന ഒരു സൈലൻസ്, ഒരു നിശബ്ദത. മൂന്നാമതായി നാം കണ്ടത് ദ സെൻട്രൽ മാറ്റർ ഈസ് വർഷിപ്പ് ആൻഡ് ഇന്റർസെഷൻ. ആരാധനയുടെയും മധ്യസ്ഥതയുടെയും ഒരു പശ്ചാത്തലമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. 7-ാമത്തെ അധ്യായത്തിലും അതാണ് പറഞ്ഞിരിക്കുന്നത്. 9 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു ആരാധനയുടെ കാര്യം. കൂടാതെ ഈ അധ്യായത്തിലും നാം പ്രത്യേകിച്ച് 3 മുതൽ ഉള്ള വാക്യങ്ങളിൽ നിന്ന് കണ്ടത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെക്കുറിച്ചാണ്. അപ്പോൾ മധ്യസ്ഥത പറയുന്നത്, ആ പ്രാർത്ഥന ദൈവം സ്വീകരിച്ച് അതിന് മറുപടി കൊടുക്കുന്നതിന് ദൈവം എടുക്കുന്ന ഒരു സമയം, ദൈവം മാറ്റിവെച്ച ഒരവധി ആയിട്ട് നമുക്കിതിനെ കാണാം. A third aspect of this silence is God's silence or God's waiting time. A waiting time, God to answer the prayers, the interceding prayers of the saints. അവർ പ്രാർത്ഥിക്കുന്ന ഉടൻ തന്നെ ദൈവം അവർക്ക് മറുപടി കൊടുക്കുന്നില്ല. പകരം നാം സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നത് പോലെ Psalms 56 verse 8,
56 സങ്കീർത്തനം 8 വാക്യം. നീ എന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ. സ്തോത്രം. ഭക്തൻ പറയുന്നത് താൻ ഒഴുക്കുന്ന കണ്ണുനീർ തുരുത്തിയിൽ ദൈവമാക്കി വെക്കണമേ എന്ന അപേക്ഷയാണ്. എന്ന് വെച്ചാൽ നാം കഴിക്കുന്ന പ്രാർത്ഥനകൾക്ക്, നാം എന്ന് പറഞ്ഞാൽ എക്കാലവും ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ, ഇവിടെ പ്രത്യേകിച്ചും മഹാപീഡനകാല വിശുദ്ധന്മാർ. 6-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടിരുന്നു 10-ാം വാക്യത്തിൽ രക്തസാക്ഷികൾ നിലവിളിക്കുന്നത്. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉടനെ മറുപടി കൊടുത്തോ? ഇല്ല, അല്പം കൂടെ താമസിക്കും എന്ന് പറഞ്ഞു. ആ ഒരു ഭക്തന്മാരുടെ മധ്യസ്ഥതയ്ക്ക് ദൈവം മറുപടി കൊടുക്കുവാൻ എടുക്കുന്ന സമയദൈർഘ്യമായി നമുക്കിതിനെ കാണുവാൻ സാധിക്കും. സ്തോത്രം. സോ ഗാഡ് ഈസ് ടേക്കിംഗ് എ ബിറ്റ് ടൈം ടു വിൻഡിക്കേറ്റ് ദ പ്രയേഴ്സ് ഓഫ് ദ സെയിൻസ്. സ്തോത്രം. 50-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യവും കൂടെ, Psalms 50:3. നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കുകയില്ല. അവന്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു, അവന്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു. സ്തോത്രം. 21. ഇവ നീ ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കാൻ ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിന് മുമ്പിൽ അവയെ നിരത്തിവെക്കും. അപ്പോൾ ദൈവത്തിന്റെ പലപ്പോഴുമുള്ള മൗനം, നമ്മൾ സാധാരണ പറയുന്ന ഒരു പ്രോവർബ് ഉണ്ടല്ലോ, ഒരു പറച്ചിലുണ്ടല്ലോ, ഡിലേ ഈസ് നോട്ട് ഡിനയൽ. രണ്ടർത്ഥത്തിലും, താമസിച്ചു എന്ന് കരുതി ഉപേക്ഷിച്ചു എന്നില്ല, കൈവിട്ടു എന്നില്ല, കണ്ടില്ലെന്നില്ല. രണ്ടർത്ഥത്തിലും. എന്ന് വെച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉടനടി മറുപടി ലഭിച്ചില്ലെന്ന് കരുതി ദൈവം പ്രാർത്ഥന കേട്ടില്ല എന്ന് കരുതരുത്. 2, പാപത്തിന് ദൈവം ഉടനടി ശിക്ഷ വിധിച്ചില്ല എന്ന് കരുതി തമ്പുരാൻ ഇതൊന്നും പരിഗണിക്കുന്നില്ല എന്നും വരുത്. അതാണ് നാം ഇപ്പോൾ വായിച്ച 50-ാം സങ്കീർത്തനത്തിലെ കാര്യം. നീ ഇതൊക്കെ ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കുകൊണ്ട് നീ എന്താ വിചാരിച്ചേ? ഞാനും നിന്നെ പോലെയുള്ളവനാണെന്നല്ലേ? ഇല്ലില്ല. ശിക്ഷ വിധിക്കാൻ താമസിച്ചു എന്ന് കരുതി അത് ശിക്ഷ ഇല്ല എന്നുള്ളതല്ല, ശിക്ഷയുടെ നിരസിക്കലല്ല. പ്രാർത്ഥനയ്ക്ക് മറുപടി താമസിക്കുന്നതും മറുപടിയുടെ നിഷേധമല്ല. സ്തോത്രം. അപ്പം ആ ഒരു പാപത്തിന് ശിക്ഷ വിധിക്കുന്ന, പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുന്ന ഒരല്പ കാലദൈർഘ്യമാണ് ഇവിടെ എന്നതാണ് 3-ാമത്തേതിന്റെ അർത്ഥം. 4-ാമത്തേതാണ് നാം ചിന്തിച്ചിരുന്നത്, സൈലൻസിങ് പ്രൈസസ് ടു റിസീവ് ഹിസ് പീപ്പിൾസ് പ്രയേഴ്സ്. ഇന്നലെ ഞാനത് പറഞ്ഞത് വ്യക്തമായി നിങ്ങളുള്ള എത്തിയിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇതുവരെ നാം എന്താ കണ്ടുകൊണ്ടിരുന്നത്? സ്വർഗത്തിൽ എന്ത് നടക്കുന്നതായിട്ടാ? സ്തുതിയും മഹത്വപ്പെടുത്തലും. So far we witnessed heaven is full of praises. By 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടിരുന്നു 4 creatures, 24 elders, all the heavenly beings, the entire creation joined. അല്ലേ? 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടിരുന്നു 4 ജീവികൾ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ 24 മൂപ്പന്മാർ ദൈവത്തെ വാഴ്ത്തുന്നു. പിന്നെ കണ്ടു സ്വർഗത്തിലെ സകല ദൂതന്മാരും ആരാധനയിൽ പങ്കുചേരുന്നു. പിന്നെ കണ്ടത് സകല സൃഷ്ടികളും ദൈവത്തെ വാഴ്ത്തുന്നു.
6-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോഴും പ്രത്യേകിച്ച് 7-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ, അതിന്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ തന്നെ കാണുന്നതും മഹാപീഡനകാല വിശുദ്ധന്മാരും ദൂതന്മാരും ദൈവത്തെ വാഴ്ത്തുന്നതായിട്ടാണ്. അങ്ങനെ നമുക്ക് 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെ ദൈവസ്തുതി മുഖരിതമായ ഒരു സ്വർഗമാണ് കാണാൻ കഴിയുന്നത്. Heaven is full of praises, echoing the praises of different groups, especially praising and worshiping God the Father enthroned in the high majestic throne, and also praising and worshiping the slain and the victorious Lamb of God. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? സിംഹാസനസ്ഥനായ പരിശുദ്ധ ദൈവത്തെയും പിതാവിനെയും അറുക്കപ്പെട്ട ജയം വരിച്ച ദൈവകുഞ്ഞാടായ ക്രിസ്തുവിനെയും ഇടതടവില്ലാതെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കുന്ന ഒരു സ്വർഗമാണ് നമുക്ക് 4-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെ കാണുവാൻ കഴിഞ്ഞത്. പക്ഷെ 8-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ഒരു ബ്രേക്ക്. അതിന് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് there is a break, there is a pause in the heavenly worship. സ്വർഗീയ ആരാധനയെ ദൈവം ഇവിടെ ഒന്ന് പോസ് ചെയ്യുന്നു. നമ്മുടെയൊക്കെ പണ്ടത്തെ ടേപ്പ് റെക്കോർഡറുകളിലൊക്കെ പോസ് ബട്ടൺ ഉണ്ടായിരുന്നല്ലോ. സ്റ്റാർട്ട് ഉണ്ട്, സ്റ്റോപ്പ് ഉണ്ട്, പോസ് ഉണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ മറ്റ് ഇതിലൊക്കെ ഉണ്ടല്ലോ പോസ്, ഒന്ന് നിർത്തുക. സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ സേല, പോസ്. അപ്പോൾ ഇവിടെ സ്വർഗത്തിൽ നടക്കുന്ന ഇടതടവില്ലാത്ത ആരാധനയെ, സ്തുതിയെ ദൈവം ഒന്ന് അല്പസമയത്തേക്ക് നിർത്തുകയാണ്. എന്തിനാ നിർത്തുന്നത്? To receive the prayers, the tearful prayers of his saints. തന്റെ ഭക്തന്മാരുടെ കണ്ണീരിൽ ചാലിച്ച പ്രാർത്ഥനകളെ വളരെ ശ്രദ്ധയോടെ സ്വീകരിക്കേണ്ടതിനായി ഇവിടെ ആരാധന പോലും നിർത്തുന്നു എന്ന്. സ്തോത്രം. നമുക്കത് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞിരിക്കുക കേട്ടോ. എന്ന് വെച്ചാൽ how precious is the prayers of the saints before God. ദൈവസന്നിധിയിൽ ഭക്തന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുക്കുന്ന മൂല്യം എത്ര വലുത്. ദൂതന്മാരുടെ സ്തുതി പോലും ഒന്ന് നിർത്തിയിട്ട് അത്രയ്ക്കും അർജന്റായി, അത്രയ്ക്കും ഗൗരവത്തോടെ ഭക്തന്മാരുടെ പ്രാർത്ഥനയെ സ്വീകരിക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അതാണ് 8-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നാം കണ്ടത്. അതാണ് 4-ാമത്തെ കാര്യം. സൈലൻസിങ് ദ പ്രൈസസ് ടു റിസീവ് ദ പ്രയേഴ്സ് ഓഫ് ദ സെയിൻസ്. സ്തുതി അല്പനേരത്തേക്കൊന്ന് നിർത്തിയിട്ട് പ്രാർത്ഥന സ്വീകരിക്കുന്ന ഒരു അവസ്ഥ. കാരണം ഈ അരമണിക്കൂർ കൊണ്ട്, ഈ അരമണിക്കൂറത്തെ മൗനത്തിൽ എന്താ സംഭവിക്കുന്നത്? 4-ാം വാക്യത്തിൽ പറയുന്നത് പോലെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ധൂപം യാഗപീഠത്തിലെ കനലും ചേർത്ത് എന്തോ സംഗതികളൊക്കെ ചെയ്യുക, പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ചിന്താഗതിയിലേക്ക് വന്നത്. ഓക്കെ, 5-ാമത്തെ കാര്യം അതായിരിക്കും നിങ്ങൾ 4-ാമത്തേതായിട്ട് എഴുതിയിരിക്കുന്നത് എന്ന് ഞാൻ തോന്നുന്നു. അതായിരുന്നു നമ്മൾ കണ്ടത്.
Yeah, it is a picture of an awful worship. വളരെ ഭക്തി നിർഭരമായ ആരാധനയുടെ ഒരു രീതിയാണ്. നാലാമത്തേത് ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇന്നലെ കിട്ടിയില്ല. ഞാനും ഇതുപോലെ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു. എളുപ്പം പറഞ്ഞങ്ങ് വിടുകയായിരുന്നു, നമ്മുടെ അവസാന സമയങ്ങളായിരുന്നതുകൊണ്ട്. ഇപ്പോൾ വ്യക്തമാണല്ലോ. സ്തോത്രം. അഞ്ചാമത്തേതാണ്. നാലാമത്തേതായിട്ടൊന്ന് റിപ്പീറ്റ് ചെയ്യാമോ ആ പോയിന്റ്? നാലാമത്തേതാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് silencing the praises in heaven for our honor to receive the prayers of the saints and to answer them. Silencing the praises to receive the prayers of the saints and to answer them. സ്തുതിക്ക് ഒരല്പവിരാമം, പൂർണ്ണവിരാമമല്ല, ഒരല്പവിരാമം ഇട്ടുകൊണ്ട്, ഒന്ന് പോസ് ചെയ്തുകൊണ്ട് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെ സ്വീകരിക്കുകയും അതിന് മറുപടി കൊടുക്കുകയും ചെയ്യുന്നു. അതിനുവേണ്ടി ആ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ കാണിക്കുവാൻ വേണ്ടിയാണ് അതവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളെപ്പോലെ ദൈവത്തിന് രണ്ട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുന്നതിന് പ്രയാസമൊന്നുമില്ല. നമുക്ക് അതിൻ്റെ പ്രാധാന്യതയെ മനസ്സിലാക്കി തരേണ്ടതിന് ഈ നിലയിൽ പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഓക്കെ, സബ്ജക്റ്റ് ഓഫ് ദ പ്രേയേഴ്സിലേക്ക് നമുക്ക് വരാം. ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. നമ്മൾ മൂന്നാമത്തെ വാക്യം മുതൽ ചിന്തിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ വരും. ഓക്കെ, അഞ്ചാമത്തെ കാര്യമാണ് ഇറ്റ്സ് എ ഫോം ഓഫ് ഓഫുൾ വർഷിപ്പ്. സ്വർഗത്തിൽ മൗനത ഉണ്ടായി എന്നതിന്റെ അർത്ഥം എല്ലാവരും മയങ്ങിയെന്നോ ഒരു പരിപാടിയും അവിടെ ഇല്ല, റീസസ് ആണെന്നോ ഇന്റർവെൽ ആണെന്നൊന്നും അല്ല. ആ മൗനത തന്നെ എന്താണ്? ഭക്തി നിർഭരമായ ആരാധനയുടെ വളരെ ശ്രേഷ്ഠമേറിയ ഒരവസ്ഥയാണ്. സ്തോത്രം. ഭക്തി അധികമാകുമ്പോൾ, ദൈവ മഹത്വത്തെ കാണുമ്പോൾ ഒന്നും മിണ്ടാനൊക്കാതെ അതിൻ്റെ മുമ്പിൽ നാം അതിൽ ലയിച്ചു ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ്. സ്തോത്രം. ഇയ്യോബ് 42-ാം അധ്യായത്തിൽ ആ കാര്യം പറയുന്നുണ്ട്. 37-ാം അധ്യായം വരെ, till chapter 37, ജോബ്, ഇയ്യോബ് ഒത്തിരി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ദൈവത്തെക്കുറിച്ചും ദൈവത്തോടും ഒക്കെ ഒത്തിരി സംസാരിച്ചു. എല്ലാം കേട്ടിരുന്ന കർത്താവാണ് 38-ാം അധ്യായത്തിൽ വന്നപ്പോൾ പറഞ്ഞത്, നീ പുരുഷനെ പോലെ ആരെയൊക്കെ മുറുകിക്കോ, ഞാൻ നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാന്നും പറഞ്ഞ് ഓൾമോസ്റ്റ് 90 ക്വസ്റ്റ്യൻസ്. ഞാൻ എണ്ണിയത് എനിക്ക് തോന്നുന്നു 86 ചോദ്യങ്ങളാണ്. 86 ക്വസ്റ്റ്യൻസ്. ഒരു വലിയ ക്വസ്റ്റ്യനെയർ ദൈവം അങ്ങോട്ട് കൊടുത്തു. ഇയ്യോബിന് ഉത്തരമില്ലാത്ത ഏതാണ്ട് 86 ചോദ്യങ്ങൾ. പക്ഷെ ആ ചോദ്യങ്ങളിലൂടെ ഇയ്യോബ് ഒരു കാര്യം തിരിച്ചറിഞ്ഞു. എന്താ ഇയ്യോബ് തിരിച്ചറിഞ്ഞത്? സ്തോത്രം. 42-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ആദ്യം മുതലുണ്ട്. അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. Who is this that hides counsels without knowledge? Therefore I have uttered what I did not understand, things too wonderful for me, which I did not know. So far I was speaking even without a proper knowledge, but I now convinced
of you. I got a conviction that makes me silent. യോബ് പറയാണ്, ഞാൻ ഒത്തിരി കാര്യങ്ങള് അറിവില്ലാതെ പറഞ്ഞുപോയി. പക്ഷെ ഇപ്പോഴ് ദൈവത്തെക്കുറിച്ച് അറിഞ്ഞപ്പോ താൻ പറയുന്നത്, കർത്താവേ, എനിക്കിനി ഒന്നും പറയാനില്ല. ഈ 86 ചോദ്യങ്ങൾക്ക് ഏതിനെങ്കിലും യോബ് ഉത്തരം പറഞ്ഞോ? ഇല്ല. ഇത് തന്നെ നമുക്ക് ഹബക്കൂക്കിലും കാണാൻ പറ്റും. ദൈവത്തെ ചോദ്യം ചെയ്ത് വന്ന ഒരു ഹബക്കൂക്ക. 2:20 ഹബക്കൂക്ക് 2:20, 2:20 ഹബക്കൂക്ക് പ്രവചനം. But the Lord is in his holy temple. Let all the earth be silent before him. He was a questioning prophet. നമ്മൾ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എ പ്രോഫറ്റ് ഓൺ The watchtower. വാച്ച് ടവർ. കാവൽ കൂടാരത്തിന്റെ മുകളിൽ എ വാച്ച് പോസ്റ്റ്. ആ ടവറിന്റെ മുകളിൽ കയറി ജോലിയാ, ആള് കാവൽക്കാരനാ. പക്ഷേ തൻ്റെ പ്രത്യേകിച്ചുള്ള പണി ദൈവത്തോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ദൈവം എന്തോ മറുപടി തരുമെന്ന്. ആദ്യം മറുപടി കൊടുത്തു, തൃപ്തനായില്ല. ഒരു ഡിബേറ്ററിനെ പോലെ, താർക്കികനെ പോലെ തിരിച്ചു കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെയും കാത്തിരിക്കുക, ഞാൻ നോക്കട്ടെ ദൈവം എന്താ എന്നോട് മറുപടി പറയുന്നത്. സ്തോത്രം. 2:1 അതും കൂടെ വായിച്ചോ നമ്മളെ. I will stand at my watch and station myself on the ramparts. I will look to see what he will say to me and what answer I am to give to this complaint. കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ട് ദൈവത്തിന്റെ മറുപടി കാത്ത് കാവൽ ഗോപുരത്തിന്മേൽ നിൽക്കുക. ദൈവം ഇങ്ങോട്ട് വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് 20-ാം വാക്യം, let all the earth be silent before God. ഇത് സത്യമാകട്ടോ. നമ്മളും നമ്മുടെ ദൈവത്തെക്കുറിച്ച് ശരിക്കറിഞ്ഞാൽ ദൈവത്തോട് പിന്നെ ഒത്തിരി ഒന്നും നമ്മൾ പറയത്തില്ല. പകരം ആ കർത്താവിൻ്റെ വലിമയെ, ആ മഹത്വത്തെക്കുറിച്ച് നമ്മുടെ സർവാത്മനാ ധ്യാനിച്ച് അതിൽ മുഴുകി നാം ഇരിക്കുകയുള്ളൂ. പക്ഷെ ഇന്ന് നമ്മൾ ദൈവത്തോട് ഒത്തിരി സംസാരിക്കുന്നവരാ. സ്തോത്രം. പ്രൈസ് ഗാഡ്. ദൈവത്തെക്കുറിച്ച് വേണ്ടതുപോലെ നാം അറിയാത്തത് കൊണ്ടാണ്, സ്തോത്രം, നാം അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. tongue-tied and fear-filled. Praise God. മിണ്ടത്തില്ല. അതുകൊണ്ട് അവർ സങ്കീർത്തനത്തിൽ പറയുന്നത്, അമ്മയുടെ മടിയിൽ കിടന്ന് പാല് കുടിച്ച് തൃപ്തനായ ഒരു കുഞ്ഞ് പിന്നെ മിണ്ടുവോ? അവൻ ശാന്തനായിരിക്കും. ഇതുപോലെ എൻ്റെ ആത്മാവ് തിരുസന്നിധിയിലാണ്. സ്തോത്രം. അപ്പം ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നത് നമ്മുടെ ദൈവത്തിന്റെ വലിമയെ, മഹത്വത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തത് കൊണ്ട്. അറിഞ്ഞാൽ നാം ആ അറിവിൽ കർത്താവിനെ നുകർന്നുകൊണ്ട്, ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട്, കർത്താവിനെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ട്, സ്തോത്രം, ടേസ്റ്റ് ചെയ്തുകൊണ്ട് നാം ഇങ്ങനെ ആയിരിക്കും.
ഇവിടെയും അതാണ്. ദൈവമഹത്വത്തെ കാണുമ്പോൾ ഈ മൗനത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അഞ്ചാമത്തെ രൂപമാണ് ആരാധനയുടെ ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു പദവി, ഒരവസ്ഥ. സ്തോത്രം. ആരാധനയുടെ ഏറ്റവും ശ്രേഷ്ഠമേറിയ അനുഭവമാണത്. സ്തോത്രം. Job 40 verse 4. Behold, I am of small account, and a while, what shall I answer you? I lay my hand upon my mouth. Very good. സ്തോത്രം. 4 വാക്യം മലയാളം കൂടെ വായിച്ചു. കേൾക്കണമേ, ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. 40 verse 4. ഞാൻ നിസാരനല്ലോ, ഞാൻ നിന്നോട് എന്തുത്തരം പറയേണ്ടു, ഞാൻ കൈകൊണ്ട് വായ പൊത്തിക്കൊള്ളുന്നു. സ്തോത്രം. ഞാൻ നിസ്സാരനല്ലോ. കർത്താവേ, നീ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, ഞാൻ എന്താ പറയേണ്ടത്? അങ്ങയുടെ മഹത്വത്തിന്റെ മുമ്പിൽ ഞാൻ ആരാ? നിസ്സാരന. ആക്ച്വലി, പ്ലീസ്, every Pentecostal should understand this very truth. ഈ 8-ാം അധ്യായത്തിലെ സൈലൻസ് ഇതാകട്ടെ അല്ലാതിരിക്കട്ടെ, നമ്മൾ ഈ പറയുന്ന 5-ാമത്തെ അർത്ഥം ശരിയാകട്ടെ തെറ്റാകട്ടെ, പക്ഷേ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യം ഉണ്ട്. ഓരോ പെന്തക്കോസ്ത് വിശ്വാസിയും, പ്രത്യേകിച്ച് ഓരോ പെന്തക്കോസ്ത് പാസ്റ്ററും സോ കോൾഡ് വർഷിപ്പ് ലീഡറും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. The highest form of worship is not what we perform today in our practices. Highest form of worship is not what we practice today. Making noises, clapping hands, jumping, turning around, making some cinematic dance steps. ദാവീദ് ആത്മാവിലായി നൃത്തം ചെയ്തെന്നും പറഞ്ഞ് നമ്മൾ ഇന്ന് നടത്തുന്ന പല ഭോജ്പുരി സിനിമാറ്റിക് ഡാൻസിന്റെ സ്റ്റെപ്പൊക്കെ വെക്കുന്നതും കൈയടിക്കുന്നതും തുള്ളിച്ചാടുന്നതും വിയർത്തൊഴുകുന്നതും തൊണ്ടയടയ്ക്കുന്നത് പോലെ അലറി വിളിക്കുന്നതൊന്നുമല്ല ആരാധനയുടെ ഏറ്റവും ശ്രേഷ്ഠമായ നില എന്ന് പെന്തക്കോസ്ത് ലോകം അറിയണം. ബാക്കിയുള്ളവർ ഇങ്ങനൊന്നും ചെയ്യാറില്ല, അതുകൊണ്ട് ഞാൻ അവരെ തൽക്കാലം വിടുന്നത്. നമ്മുടെ കൂട്ടത്തില് പ്രസംഗകൻ മൈക്ക് ഉണ്ടായാലും ആംപ്ലിഫയർ പോലും മിക്സർ പോലും അടിച്ചു പോകുന്നത് പോലെ വലിച്ചു കീറി പ്രസംഗിക്കും. പാട്ടുകാരോ ഓഡിയോ കേൾക്കാത്തതുപോലെ, വോക്കൽ കേൾക്കാത്തതുപോലെ മ്യൂസിക് അടിച്ചു മൂളിക്കും. ഇതിനിടയ്ക്ക് പറയും ഹല്ലേലൂയ പറയാൻ, ജനവും വലിച്ചു കീറിയാ പറയുന്നത്. പക്ഷേ ഈ സ്റ്റേജിൽ നിന്ന് ഇത്രയും ശബ്ദത്തിന്റെ ഇടയ്ക്ക് ജനമെല്ലാം കൂടെ മൈക്കില്ലാതെ ഹല്ലേലൂയ പറഞ്ഞാലും സ്റ്റേജിൽ നിൽക്കുന്നവർക്ക് ശരിക്ക് കേൾക്കത്തില്ല. അപ്പൊ എന്താ പറയുന്നത്? പോരാ, ഇത് പോരാ, പോരാ, ഒന്നും കൂടെ. ആരോ പറഞ്ഞതുപോലെ ഈ പോരാന്ന് ആരാ തീരുമാനിക്കുന്നത്? ആർക്കാ അർപ്പിച്ചത്? ഉപദേശി നിങ്ങൾക്കല്ല ഈ സ്തോത്രം പറഞ്ഞത്. ആർക്കാണോ ഇത് അർപ്പിച്ചത് അദ്ദേഹം പറയട്ട് പോരാന്ന്. നമ്മുടെ ഇടയിലെ ഒരു തെറ്റായ രീതിയാ. കൈയടിക്കരുതെന്നോ നമ്മൾ വൈകാരികത പ്രകടിപ്പിക്കരുതെന്നൊന്നുമല്ല, അതൊക്കെ ചെയ്യുന്നയാളാ ഞാൻ. നമ്മുടെ ഈ ക്ലാസ്സിൽ തന്നെ ചില സന്ദർഭങ്ങളിലൊക്കെ ഞാൻ അന്യഭാഷയൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട്.
ചിലപ്പോൾ നിയന്ത്രിക്കാൻ വയ്യാത്തൊരവസ്ഥ ഉണ്ടാവും. പക്ഷെ അതല്ല, ഇന്ന് നമ്മൾ ചെയ്യുന്ന ഇതല്ല ആരാധനയുടെ ഏറ്റവും ശ്രേഷ്ഠമേറിയ അവസ്ഥ എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെന്തുവാ? ഉരിയാടാനൊക്കാതെ, ഉരിയാടാൻ സംസാരിക്കാൻ ഒന്നുമില്ലാതെ ഭക്തിയിൽ ദൈവത്തിന്റെ ആളത്വത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കി ദൈവപാദങ്ങളിൽ ആ സാന്നിധ്യം നുകർന്നുകൊണ്ട് വീണ് കിടക്കുന്ന ഒരവസ്ഥയാണ്. സ്ലേയിങ് ഇൻ ദ സ്പിരിറ്റും അവിടെ കിടന്ന് ഈ ഉപ്പിടുമ്പം വേറെ ചാടുന്നത് പോലെ ചാടുന്നതൊന്നുമല്ല ഞാൻ ഈ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെ ചിലരെ നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, അതുകൊണ്ടേ പറഞ്ഞ. പക്ഷേ എന്താ ഇത്? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, യോഹന്നാൻ വെളിപ്പാട് 1-ാമത്തെ അധ്യായത്തിൽ എന്ത് ചെയ്തു? അവനെ ഞാൻ കണ്ടപ്പോൾ, യോഹന്നാൻ പറയുകയാണ്, എന്ത് ചെയ്തു? I fell down as though dead. സ്തോത്രം. മരിച്ചവനെ പോലെ ഞാൻ വീണു. ഇറ്റ് ഈസ്, ഹിന്ദിയിൽ പറയും സസ്ദാകർണ, സാഷ്ടാംഗം പ്രണമിക്കുന്ന ഒരവസ്ഥയാ. നെറ്റി ആരാധ്യന്റെ പാദത്തിൽ മുട്ടിച്ചു വീണ് കിടക്കുന്ന ഒരവസ്ഥയാത്. സ്തോത്രം. സസ്ദാകർണ, സാഷ്ടാംഗം പ്രണമിക്കുക. അവിടെ എന്തില്ല? നോ വേർഡ്സ്, വാക്കുകളില്ല, സംസാരിക്കാൻ ഒക്കത്തില്ല, സംസാരിക്കാൻ ഒക്കത്തില്ല. കാരണം നമ്മുടെ സമ്പൂർണ്ണ ആളത്വത്തെ, ദൈവത്തിന്റെ മഹത്വത്തിന്റെ പരിജ്ഞാനം അറസ്റ്റ് ചെയ്യുകയാ, നിറയ്ക്കുകയാ. ആ ദൈവ മഹത്വത്തിന്റെ നിറവ് ഒരു വ്യക്തിയുടെ ആകമാനമായ വ്യക്തിത്വത്തിൽ ഉണ്ടായാൽ അവൻ ഒന്നേ ചെയ്യാൻ പറ്റൂ, ആ മഹത്വ ദർശനത്തിന്റെ മുമ്പിൽ ശരീരത്തിന് ശക്തിയില്ലാതെ, നിൽപ്പാൻ പ്രാഗൽഭ്യമില്ലാതെ നമ്മെ മുഴുവനുമായി അർപ്പിക്കുന്നതിന്റെ ഭാഗമായി ദൈവസന്നിധിയിൽ കവിണ്ണു വീണ് കിടക്കും. ഇയ്യോബ് ഇപ്പോൾ ചെയ്തത്, ഹബക്കൂക്ക് പറഞ്ഞത് ഒക്കെ നമ്മൾ കണ്ടു. പഴയ നിയമത്തിലേക്ക് പോയാൽ അബ്രഹാം തുടങ്ങിയുള്ള ഭക്തന്മാരെല്ലാവരും എന്താ ചെയ്തത്? നിലത്തോളം കുനിഞ്ഞ് അവനെ നമസ്കരിക്കുന്നതാ. നിലത്തോളം കുനിഞ്ഞ് നമസ്കരിക്കുന്നു. യെഹസ്കേലിലേക്ക് നോക്കിയാൽ അത് തന്നെയാണ് യെഹസ്കേലിനും സംഭവിച്ചത്. അതിനേക്കാൾ ഏറെ ശ്രേഷ്ഠമായ ഒരവസ്ഥയാണ് ദാനിയേലിലുള്ളത്. ഈ ദർശനത്തിന്റെ മുമ്പിൽ ദാനിയേലും മരിച്ചവനെ പോലെയായി, സംസാരിക്കാൻ അവന് കഴിയാതെയായി. ഈ ഒരു ആരാധന അവസ്ഥയിലേക്ക് ഇപ്പോൾ മുതലേ നമ്മൾ എത്തണം. സ്തോത്രം. ഞാൻ എൻ്റെ ശുശ്രൂഷകളിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം, ഒത്തിരി സ്ഥലത്തില്ല, ചുരുക്കം വിരലിലെണ്ണാവുന്ന ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള ആത്മപകർച്ചയുണ്ട്. അതിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഞാൻ കണ്ട ശ്രേഷ്ഠമേറിയ ഈ ആത്മപകർച്ചയുടെ അനുഭവം ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞതാ. ദൈവവചനം ഞാൻ ശബ്ദത്തിലൊന്നും പ്രസംഗിക്കില്ലായിരുന്നു, ക്ലാസ് എടുക്കുകയായിരുന്നു. ക്ലാസ് എടുക്കുക, അതും ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചൊന്നുമല്ല, ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ദൈവസന്നിധിയിൽ ഒരു ഭക്തന്റെ സമർപ്പണത്തെക്കുറിച്ചുമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യ സന്ദർഭങ്ങളിലൊക്കെ ആൾക്കാർ ഒത്തിരി ദൈവത്തെ സ്തുതിക്കുകയും ഒക്കെ ചെയ്തു. കൈയൊക്കെ പൊക്കി, കൈയൊക്കെ അടിച്ചു, ശബ്ദമുയർത്തി. പിന്നീട് ആ ശബ്ദമുഖരിതമായ അവസ്ഥ താണു.
പിന്നെ ആരും അധികം സംസാരിക്കാതെയായി. ആദ്യം ഞാൻ വിചാരിച്ചു, ഓ ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും. നമ്മുടെ ഭാഷ അങ്ങനെയാണല്ലോ, ആദ്യമൊക്കെ അവർ അങ്ങ് ആരാധിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവർ ശാന്തമായി. എങ്കിലും എനിക്ക് തന്ന സമയം തീരാഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും തിരുവഴുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു. മൊത്തം ഒരു മൗനം. ചിലർ കരയാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ആ ചർച്ചിലെ പ്രായമുള്ളൊരു ദൈവദാസനായിരുന്നു, അദ്ദേഹം തന്നെ കസേരയിൽ നിന്ന് താഴെ ഇറങ്ങി മുട്ടുകുത്തി നിന്നു. കുറെ കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. ഞാൻ ശാന്തമായി, ജനം ശാന്തത കൂടെ ആയപ്പോഴേക്കും ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ദേവദാസൻ താഴെ കവിണ്ണ് വീണു. ഒരക്ഷരം മിണ്ടുന്നില്ല. ആ ചർച്ചിൽ ഉണ്ടായിരുന്ന 2 ചെറുപ്പക്കാരൊഴികെ ബാക്കി എല്ലാവരും കസേരകളിൽ നിന്നും നിലത്തിറങ്ങി, ചിലർ മുട്ടുകുത്തി നിന്നുകൊണ്ട് 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തി, ചിലർ കൈകൂപ്പി, ചിലർ നെഞ്ചത്ത് കൈവച്ചു, ചിലർ കൈ മലർത്തി, ചിലർ നിലത്ത് വീണ് കിടന്നു. മുഴുവൻ മൗനമായ ഒരവസ്ഥ. ഞാൻ അവരോട് പറയുക, ഇത് ചെയ്യാ, നിങ്ങൾ കുറച്ച് ഒച്ചത്തിൽ ഹല്ലേലൂയ പറ, ഇത് പോരാന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണ്. നമ്മൾ സ്വർഗത്തിലെത്തിയാൽ ദൈവത്തെ ആരാധിക്കുമെന്ന് പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ എപ്പോഴും കൈ അടിച്ച് ഇങ്ങനെ ശബ്ദമുഖരിതമായിരിക്കുമെന്ന്. ഇല്ല, ഇതുപോലെ മൗനമായ പല സന്ദർഭങ്ങളും സ്വർഗത്തിൽ നാം എത്തിക്കഴിഞ്ഞും ആരാധനയിൽ ഉണ്ടായിരിക്കും. നാം പ്രാക്ടീസ് ചെയ്യണം അത്. സ്തോത്രം. ശബ്ദമുഖരിതമായ അവസ്ഥ മാത്രമല്ല ആരാധനയ്ക്കുള്ളത്. നമ്മുടെ വ്യക്തിപരമായ ആരാധന, ഒറ്റയ്ക്ക് ദൈവത്തെ സ്തുതിക്കുമ്പോഴും, പേഴ്സണൽ പെന്റിക്കോസ്റ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. പേഴ്സണൽ പെന്റിക്കോസ്റ്റ്. വ്യക്തിപരമായ പെന്തക്കോസ്റ്റ് അനുഭവത്തിലും ഇത് രണ്ടും നമുക്ക് വേണം. ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവങ്ങളുമുണ്ട്, അതേപോലെ തന്നെ പ്രാധാന്യമുള്ളതും അതിനേക്കാൾ ശ്രേഷ്ഠമേറിയതുമാണ് ഈ മൗനമായുള്ള ആരാധന. അതാണ് നാം ഇവിടെ കാണുന്ന ഒന്ന്. വേറെ ഒത്തിരി വാക്യങ്ങളുണ്ട്. സ്തോത്രം. സഫന്യാവ് 1:7, സഫനായ 1:7. Be silent before the Lord God, for the day of the Lord is near. The Lord has prepared a sacrifice consecrated his guests. Praise God. Be silent before the Lord. എഴുതുന്നവർക്കായി വേറെയും ചില വാക്യങ്ങൾ കൂടെ ഞാൻ പറയാം, എല്ലാം വായിക്കുന്നില്ല. അർത്ഥം മൊത്തത്തിൽ ഇതാണ്. സഖരായ 2:13, സഖരിയാവ് 2:13, സാംസ് 31:17 and 18, 31 സങ്കീർത്തനം 17-18 വാക്യങ്ങൾ, ഐശയ്യ 23:2, യെശയ്യാവ് 23:2, 41:1, 41:1, സ്തോത്രം. മൗനമായി നമ്മൾ വെറുതെ ഇരിക്കുകയല്ല. ദൈവത്തിന്റെ ആളത്വം നമ്മെ അങ്ങ് നിറയ്ക്കുക. ഇതുവരെ നമ്മൾ അങ്ങനെ അനുഭവിച്ചിട്ടില്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ ഒന്ന് പരിചയിക്കാൻ ശ്രമിക്കുകയും വേണമെന്ന് ഞാൻ ഒരു എളിയ പ്രബോധനം തരിക. സ്തോത്രം.
പക്ഷെ ഇതിനൊത്തിരി സമയം വേണം. ഇത് 5 മിനിറ്റ് കൊണ്ട് തീരുന്നതല്ല. മറ്റേത് മഴ പെയ്യുന്ന പോലെ പെട്ടെന്ന് അങ്ങ് പെയ്ത് തീരും. 3 പാട്ടും പാടി വിയർക്കുന്ന പോലെ ആരാധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 15 മിനിറ്റ് കഷ്ടിച്ചേ ആകത്തുള്ളൂ. നമ്മളൊരു പാട്ട് തന്നെ പല ആവർത്തി പാടി 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 ഒക്കെ ചെയ്താലും അരമണിക്കൂർ പോലും തികയത്തില്ല. പക്ഷെ ഇങ്ങനെയാണെങ്കിലുണ്ടല്ലോ നമ്മൾ അനേകം മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ആയിരുന്നിരിക്കും. ഇനി അത് മാത്രമല്ല, നമ്മളൊക്കെ യാത്ര ചെയ്യുന്നതിനിടയിലും നാം ജോലി ചെയ്യുന്നതിനിടയിലും നമുക്ക് ഈ പ്രത്യേക അനുഭവമാകാം. ദൈവിക ധ്യാനത്തിൽ. സ്തോത്രം. ഓഫ് കോഴ്സ് ആ മൗനതയിൽ ദൈവമഹത്വത്തെ കാണുമ്പോൾ നമ്മൾ മാനസാന്തരപ്പെടും. നമ്മുടെ ജീവിതത്തില് ഞാൻ ഇയ്യോബ് പറഞ്ഞു കേട്ടില്ലേ, ഞാൻ നിസ്സാരനല്ലോ, ഞാൻ വെറും കൃമിയല്ലോ. ആ ഒരു തിരിച്ചറിവുണ്ടാവും. ഇതിലുണ്ടാകുന്നത് യഥാർത്ഥ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ദൈവ മഹത്വത്തെ അതിൻ്റെ വലിമയിൽ കാണുമ്പോൾ ആ കർത്താവിന്റെ മുമ്പിൽ നമ്മൾ ഏറ്റവും ചെറിയവരാണെന്ന് തോന്നും. ദൈവത്തിന്റെ മഹാപരിശുദ്ധിയുടെ മുമ്പിൽ നമ്മുടെ പാപങ്ങൾ നിഴലിച്ചു കാണും. ഈ കള്ളനോട്ടൊക്കെയുള്ള കാരണം കൊണ്ട് ബാങ്കുകളിൽ നമ്മൾ പണം കൊണ്ടുപോകുമ്പോൾ മിക്ക കാഷ്യേഴ്സിന്റെ അടുക്കൽ ഒരു ലൈറ്റ് ഉണ്ട്. അവര് ആ നോട്ട്, കറൻസി നോട്ട് സംശയമുള്ളത് ആ ലൈറ്റിൽ ഒന്ന് കാണിച്ചു കൊടുക്കും. അപ്പോൾ അതിലെ ചെറിയ എഴുത്തുകൾ പോലും, ചെറിയ പ്രിന്റുകൾ പോലും, വാട്ടർമാർക്സ് പോലും അവർക്ക് കാണാൻ പറ്റും. സാധാരണ നിലയിൽ നോക്കിയാൽ കാണത്തില്ല. അതിനാ ചിലപ്പോഴൊക്കെ നമ്മുടെ ഈ ലൈറ്റ് ഇല്ലെങ്കിൽ സൂര്യപ്രകാശത്തോട്ട് വെച്ച് ഇങ്ങനെ നോക്കുന്നത്. ആ ദൈവിക വിശുദ്ധിയുടെ വെളിച്ചത്തിൽ നമ്മൾ നമ്മളെ കാണുമ്പോൾ, സ്തോത്രം, നമ്മിലെ അശുദ്ധിയെ കാണാൻ പറ്റും. നമ്മള് തിളപ്പിച്ച വെള്ളമൊക്കെ കുടിക്കുമ്പം ഭയങ്കര ആശ്വാസമാണ്, എല്ലാ രോഗാണുക്കളും ചത്തുന്നു. ശരിയാണോ? അല്ല. നാം ഒരു ലാബിൽ പ്രത്യേക കണ്ണാടിയിലൂടെയൊക്കെ നോക്കിയാൽ അപ്പോഴും കാണാം നൂറുകണക്കിന് ആയിരക്കണക്കിന് ബാക്ടീരിയകളോ വൈറസസോ ഒക്കെ അതിലിങ്ങനെ തത്തിക്കളിക്കുന്നത്. നമ്മുടെയൊക്കെ കൈയൊക്കെ നമ്മൾ നോക്കുമ്പോൾ എന്ത് രസമാ. നമ്മൾ കൈ കൊണ്ട് ആഹാരം കഴിക്കുന്നവരാ. കഴിച്ചു കഴിഞ്ഞിട്ട് ആ കൈയൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നത്. പക്ഷേ നമ്മൾ ഇതുപോലെ നമ്മുടെ കയ്യിലൊക്കെ ഉള്ള ബാക്ടീരിയകളെ ഒന്ന് കണ്ടാലോ പിന്നെ കൈകൊണ്ട് കഴിക്കാൻ സാധ്യതയില്ല. ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നോക്കുമ്പം വെരി ഗുഡ്, വളരെ ക്ലീനാ കയ്യ്. ഇതുപോലെ ദൈവത്തിന്റെ മഹത്വത്തെയും പരിശുദ്ധിയെയും കാണുന്നത് വരെ നമ്മൾ ഭയങ്കര വിശുദ്ധന്മാരാ. സ്വയനീതിക്കാരും വിശുദ്ധന്മാരും. നമുക്ക് തോന്നത്തേയില്ല നമ്മൾ എന്തെങ്കിലും ഉണ്ടെന്ന്. ഈ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ ഇതാണ് ആക്ച്വലി ഗെറ്റിംഗ് ഇൻ ടു ആൻ ഇൻറ്റിമസി വിത്ത് ഗാഡ്. ദൈവത്തോടുള്ള ആ ഒരു അടുപ്പമാണ്. സ്തോത്രം. അതിലേക്ക് വരുമ്പോൾ നമുക്ക് ആരും പറയണ്ട, ദൈവം പോലും പറയണ്ട, ടോർച്ച് അടിച്ചാൽ മതി, നമുക്ക് നമ്മളെ കാണാൻ പറ്റും. സ്തോത്രം. ഇതുവരെ ആ അനുഭവത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലെന്നുള്ളത് സത്യ. എത്തണം. സഭയായിട്ടെത്താൻ ചിലപ്പോൾ കുറെ കൂടെ കാലം എടുത്തെന്നിരിക്കും. അത്ര പെട്ടെന്ന് സാധ്യമല്ല. എന്നാൽ നമ്മൾ ഓരോരുത്തരായി വ്യക്തി ജീവിതത്തിൽ ഈ ഒരു അനുഭവത്തിന് വേണ്ടി തുനിഞ്ഞാൽ സഭയിൽ അത് വളരെ പെട്ടെന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. സ്തോത്രം. അന്നേരം ചിലപ്പോൾ പാട്ട് വേണമെന്നില്ല, കൊയർ വേണമെന്നില്ല, ഇൻസ്ട്രുമെന്റ്സ് ഒന്നും വേണമെന്നില്ല. ചിലപ്പോൾ അവരും ഒക്കെ മൈക്കും ഇൻസ്ട്രുമെന്റ്സും എല്ലാം വിട്ടിട്ട് ഇതുപോലെ വീണ് കിടക്കും. സ്തോത്രം. വീണ് കിടക്കും. ആ സമയത്തൊക്കെ അവർ മനസ്സിലാക്കുന്ന ദൈവത്തെക്കുറിച്ചാ.
ക്രിസ്തു മഹാത്മ്യമാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് ഇവിടുത്തെ 5-ാമത്തെ കാര്യം. സ്തോത്രം. മുൻപോട്ട് പോകാമല്ലോ. പ്രൈസ് ഗോഡ്. സംശയമൊന്നുമില്ലേ? അപ്പോൾ ആരാധനയുടെ ഈ 2 രീതികളും നാം അവലംബിക്കണം, വ്യക്തി ജീവിതത്തിലും നമ്മുടെ സഭാ ജീവിതത്തിലും. സ്തോത്രം. ശരി, 6-ാമത്തെ കാര്യം. ഈ 6-ാമത്തെ കാര്യം അപ്പോക്രീഫ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. ബൈബിളിൽ എഴുതിയിരിക്കുന്നതല്ല, അപ്പോക്രിഫൽ ബുക്സിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അക്കോർഡിംഗ് ടു അപ്പോക്രിഫൽ ബുക്സ്, സൈലൻസ് indicates the end of this world, the present world, to form a new. അപ്പോക്രിഫ പുസ്തകങ്ങളുടെ എഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ സ്വർഗത്തിലെ മൗനം ഇപ്പോഴുള്ള ലോകത്തിന്റെ അവസാനത്തെയും ഒരു പുതിയ ലോകത്തിന്റെ തുടക്കത്തെയും കുറിക്കുന്നതാണ്. ഇപ്പോഴുള്ള ലോകത്തിന്റെ അവസാനത്തെയും ഒരു പുതിയ ലോകത്തെയും ലോകത്തിന്റെ തുടക്കത്തെയും കുറിക്കുന്നതാണ്. ഇവിടെ അതും ഏകദേശം ശരിയാണെന്ന് നമുക്ക് തോന്നും. കാരണം 7-ാം മുദ്ര, അതിന്റെ ഭേദനം ഏതാണ്ട് അവസാനങ്ങളാണ്. മാനുഷിക ഭരണകൂടങ്ങൾ അവസാനിപ്പിച്ച് ക്രിസ്തുവിന്റെ ഭരണാധിപത്യം തുടങ്ങുന്ന സമയമാണത്. അതുകൊണ്ട് അതിനോട് ഏറെക്കുറെ നമുക്ക് യോജിക്കാം. സ്തോത്രം. ഏഴാമത്തെ കാര്യം, ഏഴാമത്തേത് the appropriate state of the court before the accuser began to speak. An appropriate, it's a court of action. ഇത് ഒരു കോടതി നടപടി പോലെയാണ്. കോടതിയിൽ ഒരു മൗനം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തോ പ്രധാനപ്പെട്ട പ്രസ്താവന വരാൻ പോകുന്നു. അത് ജഡ്ജി ന്യായവിധി പ്രസ്താവിക്കുന്നതാകാം, ന്യായവിധി പ്രസ്താവത്തിന് ശേഷം കുറ്റക്കാരന് അതിനോട് പ്രതികരിക്കാനുള്ള സമയമാകാം. In courts we see this silence. A silence in court is a silence just before pronouncing something important. Either the pronouncement or the announcement of the verdict by a judge, prosecution and everything is over, trial is over. Now the time is to announce the verdict. Sentencing by the judge. Everybody is silently waiting. Or it can also be a silence to hear from the accuser after having announced the judgment. ഇത് രണ്ടുമാകാം. ഒന്നുകിൽ വാദപ്രതിവാദങ്ങളൊക്കെ തീർന്നു, ഇനിയും ശേഷിക്കുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? ഇതുവരെ ഭയങ്കര ബഹളമായിരുന്നു, ഇരു വക്കീലുമാരും ഇരു കൂട്ടരും കൂടെ ഭയങ്കര ബഹളം. വാദപ്രതിവാദം തീർന്നു, ഇനിയും ശേഷിക്കുന്നത് ന്യായാധിപന്റെ വിധി പ്രസ്താവമാണ്. വാദിയും പ്രതിയും, രണ്ടു വക്കീലുമാരും, കോടതിയിൽ കൂടിയിരിക്കുന്ന മാധ്യമപ്രവർത്തകരും എല്ലാവരും നിശബ്ദതയോടെ
ന്യായാധിപൻ എന്ത് പറയുന്നു എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതും പ്രധാനപ്പെട്ട കേസുകളിലാണെങ്കിൽ ആ മൗനത്തിന് ആഴം വളരെ കൂടുതലാണ്. ആ നിശബ്ദത ഭയങ്കര. ആൾക്കാർ ഒത്തിരി ഉണ്ട് അവിടെ, പക്ഷേ ഭയങ്കര നിശബ്ദതയാണ് വിധി പ്രസ്താവം കേൾക്കാൻ. ഇനിയും മറുഭാഗവുമാകാം. ന്യായാധിപൻ വിധി കൽപ്പിച്ചു, വിധി നടത്തി. അത് കഴിഞ്ഞിട്ട് ആ വിധിയോട് കുറ്റവാളിയുടെ, അപരാധിയുടെ പ്രതികരണം എന്തെന്ന് ആരായും. ഇപ്പം ചിലപ്പോൾ ചില കുറ്റവാളികളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുക. പിൻ ഡ്രോപ്പ് സൈലൻസ്. അത് കഴിഞ്ഞിട്ട് താങ്കൾ ഈ വിധിയെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് അപരാധിയോടൊരു ചോദ്യമുണ്ട്. എല്ലാവരും തന്നിലേക്ക് നോക്കും, മൗനമാ. തൻ്റെ ചെറിയ ഒരു ശ്വാസത്തിന് പോലും അവിടെ ഉയർന്ന് കേൾക്കാൻ കഴിയുമത്ര നിശബ്ദത. അതാകാം ഇവിടെ. ഒടുവിലായിട്ട് എട്ടാമത്തേത്, എ ഫൈനൽ ടൈം ഓഫ് പ്രിപ്പറേഷൻ. ഇനി നടക്കാനിരിക്കുന്ന സംഭവങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ സമയം. നമുക്കറിയാം മുൻപോട്ട് എന്താ നടക്കാൻ പോകുന്നതെന്ന്. ലോക ഭരണം യേശു ഏറ്റെടുക്കാൻ പോകുന്നു. മാനുഷിക ഭരണകൂടങ്ങൾ മാറാൻ പോകുന്നു. പൈശാചിക ആധിപത്യത്തിന് അവസാനം വരാൻ പോകുന്നു. ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ സകല സൃഷ്ടിയുടെയും വിമോചനം സംഭവിപ്പാൻ പോകുന്നു. ഇസ്രായേലിന്റെ അന്തിമ വീണ്ടെടുപ്പ് സംഭവിക്കാൻ പോകുന്നു. ഇങ്ങനെ നടക്കാനിരിക്കുന്ന അന്തിമമായ ഘട്ടങ്ങൾ, അതിൻ്റെ അന്തിമ ഘട്ടത്തിലെത്തിയത് കൊണ്ട് ഒരു തയ്യാറെടുപ്പിന്റെ എ ടൈം ഓഫ് പ്രിപ്പറേഷൻ. സ്തോത്രം. അപ്പൊ ഇങ്ങനെ പ്രധാനമായും 8 കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ സൈലൻസ്, ഈ അരമണിക്കൂറത്തെ മൗനവുമായി ബന്ധപ്പെട്ട്. അരമണിക്കൂർ എന്നത് നമ്മൾ ഇന്നലെ കണ്ടല്ലോ, പറഞ്ഞല്ലോ, അത് മാനുഷികമായ അരമണിക്കൂർ തന്നെയാണ്, നമ്മുടെ അരമണിക്കൂർ തന്നെയാണ്. അരമണിക്കൂർ എന്ന് പറയുന്നത് 30 മിനിറ്റ് ആണെന്ന് നമുക്കറിയാം. ചില വേദപഠിതാക്കൾ പറയുന്നത് 30 എന്നത് പഴയ നിയമത്തിൽ ഒരു വിലാപകാലമാണ്. എ ടൈം ഓഫ് ലാമെന്റ്. 30 ഈസ് എ ടൈം ഓഫ് ലാമെന്റ്. മരിച്ചവർക്ക് വേണ്ടി കരയാനുള്ള, വിലപിക്കുവാനുള്ള കാലമാണത്. When Aaron died, when Moses also died, Israelites set apart 30 days of mourning. 30 നാളുകൾ. ആ 30 എന്നത് വിലാപത്തിന്റെ സമയമായിട്ട് കാണുന്നുണ്ട്. നമ്പേഴ്സ് 20:29 and Deuteronomy 34:8. സംഖ്യാപുസ്തകം 28-ന്റെ 20-29, not 28, 20 verse 29 and Deuteronomy 34 verse 8. 20-8 സംഖ്യാപുസ്തകം 20-29 ആവർത്തനം 34-8 അവിടങ്ങളിൽ നമ്മൾ കാണുന്നത് ഈ വിലാപകാലമായിട്ടാണ് 30 എന്നതിനെ. അത് ഇപ്പം അങ്ങനെ ആകണമെന്നില്ല. 30-ന്റെ ഒരു കണക്ക് വേദപഠിതാക്കൾ കൊണ്ടുവെക്കുന്നതേ ഉള്ളൂ. അതങ്ങനെ തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. അത് അറിവിലേക്ക് ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ. ഏതായാലും ഈ അരമണിക്കൂറത്തെ മൗനത്തിന്റെ സാധ്യതയുള്ള 8 അർത്ഥങ്ങളെ നമ്മൾ കണ്ടു. സ്തോത്രം. അതിൽ നിന്ന് വിശേഷമായി നമുക്ക് പഠിക്കാനുള്ളത്, നമുക്കിന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളത് ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. കൂടാതെ നമ്മുടെയും പ്രാർത്ഥനകൾക്ക് ദൈവം ഉടനടി മറുപടി തന്നില്ലെങ്കിൽ
നമ്മുടെ പ്രാർത്ഥനകളെ, നമ്മുടെ കണ്ണുനീരിനെ, ഹൃദയത്തിന്റെ വേദനയെ കർത്താവ് തന്റെ തുരുത്തിയിൽ ആക്കി വെച്ചിരിക്കുന്നു. ദൈവത്തിന്റെ സമയത്ത് അതിന് മറുപടി ലഭിക്കും. മറുപടി താമസിക്കുന്നത് മറുപടിയുടെ നിഷേധമല്ല. അതുപോലെ പാപികളുടെ പാപത്തിനെതിരെ ദൈവം ശിക്ഷ വിധിക്കാതിരിക്കുന്നതും അവരുടെ ശിക്ഷയെ നിരസിക്കലല്ല. ദൈവത്തിന്റെ സമയത്ത് അതിനും ശിക്ഷ നൽകും. സ്തോത്രം. നമുക്ക് ഇന്ന് ഇവിടെ ഈ ചിന്തകൾ കൊണ്ട് നിർത്താം. നമ്മുടെ കർത്താവിന്റെ വരവ്, അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. കർത്താവിനോട് കൂടെയുള്ള നിത്യത, നമുക്കതിനായിട്ട് ഒരുങ്ങാം. സ്തോത്രം. ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കും മുമ്പേ കർത്താവ് തന്റെ സഭയെ തന്റെ അടുക്കൽ ചേർക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ കർത്താവിന്റെ വരവിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. പൂർണ്ണ വിശുദ്ധിയോടെ നമുക്ക് കാത്തിരിക്കാം. സ്തോത്രം. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അഴുക്കുള്ളവൻ ഇനി അഴുക്കാടട്ടെ. നീതിമാൻ ഇനിയും അധികം നീതി ചെയ്യട്ടെ. സ്തോത്രം. കർത്താവ് പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. സ്തോത്രം. അങ്ങനെ കർത്താവ് നമ്മുടെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന നാളിൽ ലജ്ജിപ്പാൻ ഇടയാകാതെ പിതാവായ ദൈവത്തിന്റെ ദൂതന്മാരുടെയും മുമ്പാകെ ക്രിസ്തുവിനാൽ അംഗീകരിക്കപ്പെടുന്നവരായി തീരുവാൻ നമ്മെ സമർപ്പിക്കാം. പ്രത്യാശയോടെ നമുക്ക് മുൻപോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.